Hello friends, welcome to my YouTube channel Andro Creations. എൻ്റെ പേര് അർജുൻ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് MI ഫോൺ, അതായത് Xiaomi ഫോണുകളുടെയൊക്കെ ബൂട്ട് ലോഡർ എങ്ങനെ ഒഫീഷ്യലായിട്ട് അൺലോക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് അൺലോക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം യാതൊരുവിധ എററും വരികയില്ല, നമ്മുടെ ഫോണിൽ നിന്ന് വളരെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ഇഷ്യൂസ് ഒന്നും വരാതിരിക്കുന്നതിന് ഒഫീഷ്യലായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ MI അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു MI അക്കൗണ്ട് നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി MI അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് തന്നെ, അതായത് നിങ്ങളുടെ ഫോണിലുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ച് തന്നെ MI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അല്ല വേറെ ഏതെങ്കിലും ഫോൺ നമ്പർ ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും നമ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും Gmail ID ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഉള്ള ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച് MI അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലോഗിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോണിലുള്ള ഒരു നമ്പർ ഉപയോഗിച്ച് തന്നെയാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അതേപോലെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ Xiaomi ക്ലൗഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ പോയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഫൈൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ ഒരു ഫൈൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഓൺ ചെയ്യുക. ഫൈൻഡ് ഡിവൈസ് നിങ്ങൾ ഓൺ ചെയ്യുക, മറക്കരുത്. ഫൈൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഓൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും ഇതെല്ലാം ഓൺ ആക്കിയിരിക്കുക, പെർമിഷൻ എല്ലാം കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ ക്വിക്ക് സിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ക്വിക്ക് സിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനും നിങ്ങൾ ഓൺ ചെയ്തെടുക്കുക. ഓക്കെ, ഇത്രയും നിങ്ങൾ മെയിനായിട്ട് ഇതിൽ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് പോവുക. ഓക്കെ, ബാക്കിൽ പോയതിന് ശേഷം നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് എബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ ആയിട്ട് MI UI വേർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ പോക്കോ ഫോണൊക്കെ ആണെങ്കിൽ പോക്കോ MI വേർഷൻ എന്നൊക്കെ ആയിരിക്കും. നിങ്ങൾ അതിൽ ഒരു 7-8 പ്രാവശ്യം അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ 7-8 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ബാക്കിൽ പോവുക. ബാക്കിൽ പോയതിനു ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ആയിട്ട് അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ താഴോട്ട് പോവുക. അവിടെ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഓഫ് ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക. ഓക്കെ, ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കുക ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ചിലപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും. നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ പാസ്വേഡാണ്, മൊബൈൽ പാസ്വേഡാണ്, അത് കൊടുത്തു വേണം ഓപ്പൺ ആക്കാൻ. അതിനുശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ OEM അൺലോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഓൺ ആക്കുക. അതോടൊപ്പം തന്നെ താഴോട്ട് പോകുമ്പോൾ USB ഡീബഗിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതും ഓൺ ആക്കുക. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ തീർച്ചയായിട്ടും ഓൺ ആക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ MI അൺലോക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിലെ ബൂട്ട് ലോഡർ ഓൾറെഡി അൺലോക്ക്ഡ് ആണെങ്കിൽ ഇവിടെ ഡിവൈസ് ഈസ് അൺലോക്ക്ഡ് എന്നായിരിക്കും കാണുക. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിവൈസ് ഈസ് ലോക്ക്ഡ്. എൻ്റെത് ബൂട്ട് ലോഡർ ലോക്കാണ്, അതുകൊണ്ടാണ് ലോക്ക്ഡ് എന്ന് വന്നത്. അൺലോക്ക്ഡ് ആണെങ്കിൽ അൺലോക്ക്ഡ് ആയിരിക്കും. അൺലോക്ക്ഡ് ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതാണ്. ഇനി ലോക്ക്ഡ് ആണെങ്കിൽ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുന്നതിനായിട്ട് ജസ്റ്റ് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു എഗ്രി എന്ന് പറഞ്ഞ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചോദിക്കും. അത് ജസ്റ്റ് എഗ്രി ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ആഡ് അക്കൗണ്ട് ആൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇത് ഓൺ ആക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വൈഫൈ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വൈഫൈ ഓഫ് ചെയ്തിട്ട് മൊബൈൽ ഡേറ്റ ഓൺ ആക്കുക. ഓക്കെ, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മൊബൈൽ ഡേറ്റ ഓൺ ആക്കുക. അതിനുശേഷം മൊബൈൽ ഡേറ്റ ഓൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ ആഡ് അക്കൗണ്ട് ആൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഓപ്ഷൻ വരും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നെറ്റ്വർക്ക്, അതായത് ഇനി ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുന്നത് വരെ നമ്മൾ ഇനി അടുത്ത കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വേണം ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാൻ. ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുന്നവരെ നമ്മുടെ നെറ്റ്വർക്ക് കട്ട് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ MI അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്യുകയോ അതുപോലെ തന്നെ ഫാക്ടറി റീസെറ്റ് ചെയ്യുകയോ സിസ്റ്റം ഡേറ്റ ഇറേസ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ഒന്നുകൂടി ചെയ്യേണ്ടത്, വീണ്ടും MI അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ഒന്നുകൂടി ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരാതെ എറർ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ബാക്കിൽ പോയതിന് ശേഷം നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്തില്ലേ, MI അക്കൗണ്ട് ലോഗിൻ ചെയ്തില്ലേ, ആ ഒരു MI അക്കൗണ്ട് എന്തെങ്കിലും എറർ വരികയാണ്, ഈ ഒരു ഓപ്ഷൻ വരാതെ എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ നിങ്ങൾ MI അക്കൗണ്ട് ഇവിടെ നിന്നുകൊണ്ട് സൈൻ ഔട്ട് ചെയ്യുക. സൈൻ ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുക. അഡീഷണൽ സെറ്റിംഗ്സിൽ പോയിട്ട് ഡെവലപ്പർ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ OEM അൺലോക്കിങ്ങും USB ഡീബഗിങ്ങും കൊടുത്തിട്ട് MI അൺലോക്ക് സ്റ്റാറ്റസിൽ പോയിട്ട് നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യാം. ആഡ് അക്കൗണ്ട് ആൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ലോഗിൻ ചെയ്യേണ്ട അവസരമുണ്ട്. MI അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. അത് നിങ്ങൾ ഫോൺ നമ്പർ ഉപയോഗിച്ച് MI അക്കൗണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾക്ക് യാതൊരുവിധ എററും ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു ഓപ്ഷനിലേക്ക് പോകും. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ MI ഫ്ലാഷ് അൺലോക്കിംഗ് ടൂൾസ് എന്ന് പറഞ്ഞ ടൂൾസ് ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്യുക എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് അവിടെ ഓപ്പൺ ആവുകയും അവിടെ നിങ്ങൾക്ക് ഒരു EXE ഫയൽ MI ഫ്ലാഷ് അൺലോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇവരൊരു എഗ്രി ചോദിക്കും, ഒരു ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ എഗ്രി കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫോണിൽ കൊടുത്തിട്ടുള്ള ആ ഒരു MI അക്കൗണ്ട് ഉണ്ടല്ലോ, ആ MI അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്യുക. ഓക്കെ കൺട്രി കോഡ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക, ഇല്ലെങ്കിൽ സൈൻ ഇൻ ആവത്തില്ല. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. പാസ്വേഡും ID കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും. ഇവിടെ നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്തിട്ടില്ല എന്നാണ് ഉള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യുക. നമ്മുടെ ഫോണ് ഫാസ്റ്റ് ബൂട്ടിൽ വേണം കണക്ട് ചെയ്യാൻ. ഫാസ്റ്റ് ബൂട്ട് മോഡിലാണ് കണക്ട് ചെയ്യുക. നമ്മുടെ ഫോൺ ഫാസ്റ്റ് ബൂട്ടിൽ എടുക്കുന്നതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കുക. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക. ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ ശേഷം അടുത്തായിട്ട് നമ്മുടെ ഫാസ്റ്റ് ബൂട്ടിലേക്ക് വരുന്നതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും ഈ രണ്ട് ബട്ടണും ഒന്നിച്ച് പ്രസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫാസ്റ്റ് ബൂട്ട് മോഡ്. നമ്മുടെ ഫോണിൻ്റെ ഫാസ്റ്റ് ബൂട്ട് മോഡിലേക്ക് എത്തി. ഇനി അടുത്തത് നമ്മുടെ കമ്പ്യൂട്ടറും മൊബൈലുമായിട്ട് ഡേറ്റ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുക. ഡേറ്റ കേബിൾ എന്ന് പറഞ്ഞാൽ നല്ല ഒറിജിനൽ കമ്പനി കേബിൾ തന്നെ ഉപയോഗിക്കുക. ഓക്കെ, ഫാസ്റ്റ് ബൂട്ട് മോഡിൽ എത്തിയതിനു ശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറും മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോൺ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഫോൺ കണക്റ്റഡ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ കണ്ട ആ ഒരു ഫാസ്റ്റ് ബൂട്ടിൻ്റെ ആ ഒരു ലോഗോ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ADB ഡ്രൈവ്, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ഡ്രൈവ് സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം നമുക്കിവിടെ അൺലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഒരു 5 സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അൺലോക്ക് എനിവേ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ അൺലോക്കിംഗ് പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെരിഫൈ ഡിവൈസ് ഓക്കെ ആയിട്ടുണ്ട്. അൺലോക്കിംഗ് പ്രൊസീജിയർ ഓക്കെ ആയിട്ടുണ്ട്. ഡൺ. കണ്ട, ഇത് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളിവിടെ റീബൂട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോൺ റീബൂട്ട് ചെയ്യുക. റീബൂട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ബൂട്ട് അൺലോക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് അഡീഷണൽ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ നേരത്തെ പോയതുപോലെ ഡെവലപ്പർ ഓപ്ഷനിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും MI അൺലോക്ക് സ്റ്റാറ്റസ് അൺലോക്ക്ഡ്. കണ്ട, ചെക്ക് ഈസ് ദ ഡിവൈസ് ഈസ് അൺലോക്ക്ഡ്. കണ്ട, നേരത്തെ ലോക്ക്ഡ് എന്നായിരുന്നു, ഇപ്പോൾ അൺലോക്ക്ഡ് എന്നാണ്. കണ്ട, ദ ഡിവൈസ് ഈസ് അൺലോക്ക്ഡ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ദ ഡിവൈസ് ഈസ് MI അൺലോക്ക് സ്റ്റാറ്റസ് ദ ഡിവൈസ് ഈസ് അൺലോക്ക്, അതായത് നമ്മുടെ ഫോണിൻ്റെ ബൂട്ട് ലോഡർ അൺലോക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.